അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിലേക്ക് തുച്ഛമായ ദിവസത്തിനുള്ളിൽ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10 ആശൂറ നമ്മളിൽ കടന്നു വരികയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്തുകൾ നൽകണം, സമ്പത്ത് നൽകണം, ഭക്ഷണവിശാലം നൽകണം, വാഹനം നൽകണം, എല്ലാവിധ ഐശ്വര്യങ്ങളും അല്ലാഹു നമുക്ക് നൽകപ്പെടണം. ഇൻഷാ അല്ലാഹ് മുഹറം 10 നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ആ വരും വർഷം ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. നമുക്ക് നോക്കാം, മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മുഹറം 9, 10 വലിയ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന ദിനമാണ്. ആ ദിവസത്തിൽ അല്ലാഹു അവന്റെ ഔലിയാക്കൾക്ക്, അവന്റെ അമ്പിയാക്കൾക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ദിവസമാണ്. അപ്പൊ ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ചെറിയ സൂറത്തിനെ പറ്റിയാണ്. ഈ സൂറത്ത് നിങ്ങൾ നിയ്യത്ത് വെച്ച് മഹാന്മാര് പറഞ്ഞു തന്ന എണ്ണത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ, വരുമാനമില്ലാതെ നിങ്ങൾ വിഷമിക്കുകയാണോ, നിങ്ങൾക്ക് അല്ലാഹു നല്ല വരുമാനം നൽകുന്നതാണ്. അതുപോലെ തന്നെ ജോലിയില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നവരാണെങ്കിൽ അല്ലാഹു നല്ല ജോലി നൽകുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നല്ല ഉയർച്ചയും സ്ഥാനങ്ങളും അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ നിങ്ങൾ പോകുന്ന വഴികൾ അടഞ്ഞു കിടക്കുകയാണോ, നിങ്ങൾ ഈ സൂറത്ത് ഈ പറഞ്ഞ എണ്ണത്തിൽ നിങ്ങൾ ഓതിയാൽ അല്ലാഹു നിങ്ങൾക്ക് അടഞ്ഞ വഴികൾ തുറന്നു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അനുഭവിച്ചറിയാം. പരിശുദ്ധ ഖുർആൻ അത് അമാനുഷികമായ ഗ്രന്ഥമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. മുഹറം ആദ്യത്തെ 10 ദിനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ 10 ദിനങ്ങളിൽ നമ്മൾ ഏകദേശം 5 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള 5 ദിവസങ്ങൾ വലിയ മഹത്വമുള്ള ദിവസമാണ്. ആദ്യത്തെ 10 ദിനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നതാണ് ആശൂറ ദിവസം അഥവാ മുഹറം 10. അത് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ? വരുന്ന വ്യാഴാഴ്ച, വരുന്ന വെള്ളിയാഴ്ച, വ്യാഴാഴ്ച മഗ്‌രിബ് ബാങ്കോടുകൂടിയാണ് തുടങ്ങുന്നത് ആശൂറ. അതായത് വരുന്ന വ്യാഴാഴ്ച പകൽ താസുആഇന്റെ നോമ്പാണ്. അന്ന് മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നതോടുകൂടി മുഹറം 10ന്റെ രാവാണ്. അപ്പോ വ്യാഴാഴ്ച മഗ്‌രിബോടുകൂടി മുഹറം 10 തുടങ്ങുകയാണ്. ഈ പുണ്യമായ ദിവസം നമ്മളിലേക്ക് കടന്നു വരാൻ തുച്ഛമായ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചെറിയൊരു മനസ്സ് വെച്ചാൽ ആ പുണ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. മുഹറം 10 വലിയ മഹത്വമുള്ള ദിനമാണ്. മുഹറം 9, മുഹറം 10, മുഹറം 11 ഈ 3 ദിവസമാണ് പ്രഗൽഭമായ സുന്നത്തുള്ള നോമ്പ്. ഈ 3 ദിവസങ്ങൾക്കാണ്, ഈ 3 ദിവസങ്ങളാണ് പ്രധാനമായും നമ്മൾ നോമ്പെടുക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത് മുഹറം 10ന്റെ നോമ്പാണ്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ആ ദിവസം വലിയ മഹത്വമുള്ളതാണ്. അല്ലാഹുവേ, മുഹറം 9, 10 നോമ്പ് പിടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവരും മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മക്കളെയും നോമ്പിനെ കുറിച്ച്, അതിന്റെ പുണ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിടിക്കാൻ കഴിയുന്ന മക്കളെ കൊണ്ട് നമ്മൾ നോമ്പ് പിടിപ്പിക്കുക. പ്രത്യേകിച്ച് അന്ന് അവർക്ക് മദ്രസയും സ്കൂളൊക്കെ ഓഫാണ് അല്ലേ? അന്ന് ആ ദിവസം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രസയും സ്കൂളൊക്കെ, എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ, അന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് നോമ്പിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിപ്പിക്കുകയും ചെയ്യുക അല്ലേ? നല്ല മഹത്വമുള്ള ദിനമാണ്. രണ്ടാമത്തെ കാര്യം, ഫുഖഹാക്കൾ സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മറ്റൊരു കാര്യം, സ്വന്തം നഫ്സിനും മക്കൾക്കും ചെലവ് കൊടുക്കുന്നവർക്കും നല്ല ഭക്ഷണ വിശാലം ചെയ്യുക. മുഹറം 10 ആരും പിശുക്കിത്തരം കാണിക്കുക. നല്ല ഭക്ഷണം, നമ്മൾ മക്കൾക്ക് ഏത് ഭക്ഷണമാണോ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഭക്ഷണം നമ്മൾ ഭവനത്തിൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് മുഹറം 10 അഥവാ വ്യാഴാഴ്ച നല്ല ഭക്ഷണം ഉണ്ടാക്കിയോ. അപ്പൊ ആ നോമ്പ് മുഹറം 10ന്റെ രാവ്, ആ രാവിലെ നല്ല റാഹത്താണ്, നമുക്ക് നോമ്പ് തുറക്കാൻ കഴിയും. അതൊക്കെ എല്ലാവർക്കും നോമ്പാണല്ലോ. അല്ലാഹു നോമ്പ് പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, മുഹറം 9, 10 നല്ല ഭക്ഷണം നമ്മളെ വീട്ടിൽ പാചകം ചെയ്യണം.
അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ വരും വർഷം വരെ അല്ലാഹു നിനക്ക് സമ്പത്തിലും നിന്റെ ഭക്ഷണത്തിലും നിന്റെ ആയുസ്സിലും അതുപോലെ നിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു നിനക്ക് വിശാലത നൽകുന്നതാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. മുഹറം 10 വരുമ്പോൾ നമ്മളെ വീട്ടിൽ പിശുക്കത്തരം കാണിക്കാതെ നല്ല ഭക്ഷണം തയ്യാറാക്കണം. മന്നാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഒരു വർഷം നിന്റെ വീട്ടിൽ അല്ലാഹു നല്ല ഭക്ഷണം എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ മുഹറം 10 അന്ന് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സദഖ നിങ്ങൾ നൽകണം. അന്ന് ദാനധർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ആർക്കെങ്കിലും എന്തൊക്കെ നമ്മൾ ദാനധർമ്മം ചെയ്യണം, അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ആ ദിവസം നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, ആ ദിവസത്തിന്റെ പവിത്രതയെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുടുംബങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ കുടുംബക്കാരെയൊക്കെ സന്ദർശിക്കുക. ഫോൺ ചെയ്തൊക്കെ വിളിക്കാൻ കഴിയുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക. അതൊക്കെ വലിയ ബർക്കത്തുള്ളതാണ്. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലാഹു ജീവിതത്തിൽ വലിയ ബർക്കത്ത് നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. അപ്പോൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് ഭക്ഷണ വിശാലത ഉണ്ടാകാനും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും രോഗങ്ങൾ മാറാനും ഒക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മുഹറം 10 ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ചെറിയ സൂറത്തിനെ പറ്റിയാണ്. ഒരു ചെറിയ സൂറത്തിനെ പറ്റിയാണ്. ഈ സൂറത്ത് നിങ്ങൾ നിയ്യത്ത് വെച്ച് മഹാന്മാർ പറഞ്ഞു തന്ന എണ്ണത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോകുന്നത് മുഹറം 10 ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന നല്ല നിമിഷങ്ങളാണ്. അപ്പൊ ആ ദിവസങ്ങളൊക്കെ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന സൂറത്ത് നിങ്ങൾ നിയ്യത്ത് വെച്ച് ഓതിയാൽ, മഹാന്മാർ പറഞ്ഞു തന്നെ എണ്ണത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ വരുമാനമില്ലാതെ നിങ്ങൾ വിഷമിക്കുകയാണോ, നിങ്ങൾക്ക് അല്ലാഹു നല്ല വരുമാനം നൽകുന്നതാണ്. അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ അല്ലാഹു നല്ല ജോലി നൽകുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകൾ നല്ല ഉയർച്ചയും സ്ഥാനങ്ങളും അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ നിങ്ങൾ പോകുന്ന വഴികൾ അടഞ്ഞു കിടക്കുകയാണോ, നിങ്ങൾ ഈ സൂറത്ത് ഈ പറഞ്ഞ എണ്ണത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വലിയ വിശാലത നൽകുന്നതാണ്. മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ മാതാപിതാക്കൾ നിയ്യത്ത് വെച്ച് ഈ സൂറത്ത് ഓതിയാൽ മതി. അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കിട്ടാൻ ഭാര്യമാർ നിയ്യത്ത് വെച്ച് ഈ സൂറത്ത് ഓതിയാൽ മതി. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ശമ്പളം കൃത്യമായി നൽകുന്നില്ലെങ്കിൽ ശമ്പളം കുറവാണെങ്കിൽ നിയ്യത്ത് വെച്ച് ഈ സൂറത്ത് ഓതിക്കോ. ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് 70 പ്രാവശ്യമാണ്. എത്ര പ്രാവശ്യമാണ് ഓതുന്നത്? ഈ പറയപ്പെട്ട നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് 70 വട്ടമാണ്. ഒറ്റ ഇരിപ്പിൽ ഓതി തീർക്കണമെന്നില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ പോലെ ഓതി തീർത്താൽ മതി. ഇപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിയ്യത്ത് വെച്ച് ഓതുകയാണെങ്കിൽ അല്ലാഹുവേ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹ്, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ഓതാൻ പോകുന്ന സൂറത്തിന്റെ പ്രതിഫലം കൊണ്ട് എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എന്റെ ജോലിയിൽ ഉയർച്ച നൽകണേ അല്ലാഹ്. എനിക്ക് ഭവനമില്ലാത്തവനാണ് ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവനാണ് മക്കളെ നൽകണേ അല്ലാഹ്. എന്റെ എല്ലാ മേഖലകളിലും വിജയം നൽകണേ അല്ലാഹ്. ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോകുന്നതിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതിനുള്ള സാമ്പത്തികം നൽകണേ അല്ലാഹ്. എന്റെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. എന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെ എല്ലാം വലിയ വിജയം നൽകണേ അല്ലാഹ്. എന്റെ മക്കളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ ദിനങ്ങളൊക്കെ ഈ സൂറത്ത് നിങ്ങൾ ഈ പറഞ്ഞ എണ്ണത്തിൽ ഓതിയിട്ട് നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യ്. സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇൻഫിത്താറാണ്. നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാണ്? 70 പ്രാവശ്യം സൂറത്തുൽ ഇൻഫിത്താർ. പ്രത്യേകിച്ച് മുഹറം മാസം കടന്നു വരികയാണ്. മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ സൂറത്തൊക്കെ നിങ്ങൾ ഓതിയാൽ അല്ലാഹു നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരുന്നതാണ്. അപ്പോൾ ഓതാൻ പറ്റുന്നവർ ഇപ്പോഴേ ഓതി മുഹറം 10 70 വട്ടം
ഓതി തീർത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ നല്ല ദിവസം നിങ്ങളുടെ വിഷമങ്ങളെല്ലാം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക. കച്ചവടമുള്ളവർ ഓതിയാൽ നല്ല കച്ചവടം ലഭിക്കും. വെറും 19 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്, സൂറത്തുൽ ഇൻഫിത്താറിൽ. അപ്പോൾ ഈ സൂറത്ത് നിങ്ങൾ ഓതിയിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ തുടങ്ങിക്കോ. എന്നിട്ട് നിങ്ങൾ മുഹറം മഹത്തായ ദിനം അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യ്. അള്ളാഹു നിങ്ങൾക്ക് വലിയ വിജയം നൽകുന്നതാണ്. ഈ സൂറത്തിനകത്ത് ഒരു ആയത്തുണ്ട്. ഇതിനെ ഒരു വെള്ള പേപ്പറിൽ എഴുതി നാം സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ റിസ്കിൽ അള്ളാഹു വിശാലത നൽകുന്നതാണ്. ആയത്ത് ഇതാണ്, ഓതിത്തരാം. വറക ബിറബ്ബിക്കൽ കരീം, വറക ബിറബ്ബിക്കൽ കരീം, വറക ബിറബ്ബിക്കൽ കരീം. അപ്പോൾ ഈ ആയത്ത് നമ്മൾ ഓതി ഈ ആയത്ത് ഓതി സൂക്ഷിക്കേണ്ടതുപോലെ നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹു സമ്പത്ത് കുറഞ്ഞവരാണെങ്കിൽ റഹ്മാനായ റബ്ബ് നിനക്ക് സമ്പത്ത് നൽകുന്നതാണ്. നിന്റെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകുന്നതാണ്. മഹത്തുക്കൾ പറയുന്നു, ഇത് വേണ്ടതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ അള്ളാഹു നിന്റെ റിസ്കിൽ അള്ളാഹു വിശാലത നൽകുന്നതാണ്. അതുപോലെ തന്നെ നാം നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മളൊരു സൂറത്ത് ഓതാറുണ്ട്. ആ സൂറത്തിന് പകരം സൂറത്തുൽ ഇൻഫിത്താർ ഓതി നിസ്കാരം പൂർത്തിയാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആക്ക് അള്ളാഹു സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്നതാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും നീ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു ഈ സൂറത്ത് വലിയ മഹത്വമുള്ളതാണ്. അപ്പൊ ഈ സൂറത്ത് നമ്മൾ ആ മുഹറം 10 ഓതിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഒരുപാട് പേര് ജീവിതത്തിന്റെ പല മേഖലകളിൽ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും മാറ്റണേ അല്ലാഹ്. നീരിലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. الحمدلله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشاعرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا رب ربنا كما ربنا صغارا. أرحم الراحمين يا الله. പ്രപഞ്ചസത്താവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും കിട്ടുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ വീടണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. എത്രയോ മാതാപിതാക്കൾ അല്ലാഹുവേ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി അല്ലാഹുവേ സാലിഹീങ്ങളായ ഇണകളെ തേടുന്നു. അവർക്ക് സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിന്, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകൾ തൊട്ടും വിപത്തുകൾ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും സകല രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.